Hello guys, welcome back to my YouTube channel. Bakalvo. Feel the heat, the flames arise in this kitchen where flavors surprise. Chop the garlic, dance with the zest. But Calvo's magic, it's time for the quest. Oh, let the fire blaze, the dishes ignite. Cooking with passion, it feels so right. Bakalvo. Stirring up love in every pot and pan. But Calvo vibes come join the clan. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ എന്തിനു കുക്ക് ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനർജി നല്ല പുള്ളിമാനിൻ്റെ ഇറച്ചി. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോലെ ബാക്കാൽവോ. അപ്പോൾ ഗൈസ് നമ്മുടെ UK ഇത് ലീഗലാണ്, പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും ലീഗലല്ല. അപ്പോൾ ഹാൻഡിൽ വിത്ത് കെയർ. ഓക്കെ, കേരളത്തിൽ എന്തുകൊണ്ടാണ് മാംസ്യം കിട്ടാത്തത്? മാംസ്യം അഥവാ വെനിസൺ മതപരമായ കാരണങ്ങൾ കൊണ്ടല്ല നിരോധിച്ചത്. ബ്രിട്ടീഷ് കാലത്ത് നടന്ന അമിതമായ വേട്ട മൂലം മാൻവർഗ്ഗങ്ങളുടെ എണ്ണം അപകടകരമായി കുറഞ്ഞു. ഇത് തടയാനാണ് 1972 ഇന്ത്യൻ സർക്കാർ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവരുന്നത്. ഈ നിയമപ്രകാരം മാൻ ഒരു സംരക്ഷിത വന്യജീവിയാണ്. അതിനാൽ വേട്ടയാടലും മാംസ്യം വിൽപ്പനയും ഭക്ഷണവും എല്ലാം കുറ്റകൃത്യങ്ങളാണ്. ഇതിൻ്റെ മീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് മീറ്റ് ആണ്ടാ. പക്ഷേ ഇത് വേവാൻ നമ്മുടെ ബീഫിനെക്കാട്ടും സമയം എടുക്കും എന്നാണ് ഞാൻ കേട്ടത്. ഞാൻ ആദ്യമായിട്ടാണ് മാനർജി ട്രൈ ചെയ്യണേ. നമുക്കപ്പോൾ പിന്നെ കട്ട് ചെയ്ത് പീസ് ആക്കാം. ഇത് ആക്ച്വലി ഇതിൻ്റെ ലെഗ് പീസാണ് കേട്ടോ. ലെഗിൽ നിന്നാണ് ഈ പീസ് വന്നേക്കണത് കണ്ടാ. ഇത് ലെഗിൻ്റെ എല്ലാ. അപ്പോൾ ഇത് ഏകദേശം 1.5 കിലോ ഉണ്ട്. 1.5 കിലോന് മേളുണ്ട്. 1.700 ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിന്ന് കേരള സ്റ്റൈലിലാണ് പഠിക്കാൻ പോണത്. ഞാൻ അധികം അങ്ങനെ കേരള സ്റ്റൈലിൽ ചെയ്യാറില്ല. പക്ഷെ മാനർച്ചി കിട്ടിയപ്പോൾ എനിക്കൊരാഗ്രഹം നമ്മുടെ മസാലയും നമ്മുടെ സാധനങ്ങൾ ഇട്ടിട്ട് ഒരു പൂശണം. കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേ ഈ മീറ്റിൽ ഭയങ്കര ഫാറ്റ് തീരെ കുറവാണ്. അപ്പോൾ ഞാനിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രോത്ത് എടുത്തിട്ടാണ് നമ്മൾ പിന്നെ മസാല സെറ്റ് ചെയ്യാൻ പോണേ. അപ്പോൾ ഇതാ ലെഗിൻ്റെ ഇതിൻ്റെ കൂടെ വന്നൊരു ബോൺ പീസാണ്. ഇത് ഞാൻ കളയണില്ല. ഇതിലത്തെ മാക്സിമം മാംസം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതും നമ്മൾ മാനിറച്ചി വേവിക്കണതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ബ്രോത്ത് നമുക്ക് കിട്ടും കേട്ടാ. വൈസ് നല്ല സെറ്റായിട്ട് ഞാൻ പിന്നെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് പിന്നെ നൈസായിട്ട് കഴുകിയൊന്ന് വൃത്തിയാക്കാട്ടാ. വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെഡിഷ് കളർ പോയി ഒരു ബ്രൗണിഷ് കളറായിട്ട് വരാൻ. അപ്പോൾ നമ്മളൊരു 20 മിനിറ്റ് മസാല വരട്ടി വയ്ക്കണം, അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറിയിടാനേ. അപ്പോൾ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് മുളക്, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് ഗരം മസാല, ഇതെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ഓയിൽ ഇട്ടാ. എനിക്ക് വെജിറ്റബിൾ ഓയിൽ കിട്ടുള്ളൂ. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് പൊട്ടയ്ക്കാൻ അതിന് താല്പര്യം, പക്ഷെ അത് കിട്ടാനില്ല. അപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. നമുക്ക് പിന്നെ മിക്സ് ചെയ്യാം. ഓക്കെ, അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവനെ 20 മിനിറ്റ് ഇവനെ വെക്കണം, എന്നാലേ അവൻ മസാലയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് വരില്ല. 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബോൺ അതിൽ കിടക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് പടയ്ക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ പച്ച കുത്തുണ്ടാവും. അപ്പോൾ അത് മാറാനായിട്ടേ ഒരു പൊട്ടുലുവ അതും കൂടി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ സെറ്റ്. ഇനി നമുക്ക് പിന്നെ ഒരു 8 വിസിലടിപ്പിക്കാം കേട്ടോ. അപ്പോൾ അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് സബോളയും കുറച്ച് ടൊമാറ്റോയും കുറച്ച് ചില്ലീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ടൊമാറ്റോ കുറച്ച് പുളിക്ക് വേണ്ടിയിട്ടാണ്. ഇതിന് ആക്ച്വലി വലിയ പുളി ഇല്ല, പക്ഷേ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ വേപ്പിൻ്റെ ഇല. അപ്പോൾ ഞാനിതെങ്ങനെ ഇവിടെ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളൊരു 1 പൗണ്ടാണ് ഇവിടെ വില വരിക. അപ്പോൾ ഇത്ര മൂന്നൊരു പാക്കറ്റ് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഫ്രീസ് ചെയ്യും. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് എടുത്തിട്ട് വീണ്ടും ഫ്രീസ് ചെയ്യുക. അങ്ങനെയാണ് ഞാനിവിടെ യൂസ് ചെയ്യണം കേട്ടാ. ദേ പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വെതർ. ഒരു മഴ പെയ്തിട്ട് അങ്ങനൊക്കെ എടുക്കണ പോലത്തെ ഒരു അവസ്ഥയാണ് നമുക്ക് തോന്നുക. അത്യാവശ്യം ഫോഗിയാണ്. പിന്നെ ഇവിടെ എപ്പോഴും മഴ പെയ്യുക, എപ്പോഴാണ് സൂര്യൻ ഉദിക്കുക, അല്ലെങ്കിൽ എപ്പോഴാണ് ഇപ്പോൾ കാറ്റടിക്കാന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വേണം എപ്പോഴും പുറത്ത് പോകാൻ. പിന്നെ ഇവിടെ 4 മണിയാകുമ്പോഴേക്കും ഇപ്പോൾ ഇരുട്ടാവും. അതുകൊണ്ട് കിട്ടുന്ന ഡേ ടൈമിൽ അത്യാവശ്യം
നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഡിപ്രഷനൊന്നും വരാണ്ട് അങ്ങോട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക. 2 ടണ്ണമെല്ലാം അടിച്ച് അങ്ങനെ പീസ്ഫുൾ ആയിട്ടിരിക്കുക. അതാട്ടാ കൊള്ളാം. എനിക്കിഷ്ടം. ഇനി നമുക്ക് ഇവനൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഗൈസ് ഇപ്പം നമ്മൾ എന്തിനു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രോത്ത് അതിലാക്കിയിട്ട് മീറ്റും ബ്രോത്തും സെപ്പറേറ്റ് ചെയ്യാട്ടാ. ബ്രോത്ത് വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ കേളി. നിങ്ങളുണ്ടാക്കുമ്പോൾ കുറച്ച് ഇഞ്ചി കൂടുതലിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്മെല്ല് അതുണ്ടാവില്ല കേട്ടോ. ഇതിപ്പോൾ സെറ്റാട്ടോ. അപ്പോൾ പക്ക സാധനം. അപ്പോൾ കുറച്ച് ഓയിൽ ബോളാ പിന്നെ അല്ലെങ്കിൽ കൂടി ഞാൻ പടക്കേട്ടാ. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് വാടറണ്ടവൻ. കൂടെ നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് നൈസായിട്ട് വാടിയിട്ട് നമുക്ക് തക്കാളി ഇടാം. ഇതൊരു 75% ആയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തക്കാളീനെ ഇടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആട്ടാ. ഞാൻ ഉപ്പിടാണ്ടിരുന്നത് ഇതിൽ ഓൾറെഡി ഉപ്പുണ്ട് ഈ വെളുത്തുള്ളി പേസ്റ്റിൽ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് പാപ്രിക ഇടാം. ഓക്കെ, പൊടി ആ സ്മെല്ല് മാറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബ്രോത്ത് ഇട്ട് പൂശാം. ബ്രോത്ത് നോക്കിയേ എന്നിട്ടോ സാധനം. അപ്പോൾ ഇത് ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ മീറ്റ് നൈസായിട്ടായിരിക്കും അങ്ങോട്ട് പൂശാം. അപ്പോൾ നല്ല ആ ഓയിലൊക്കെ അങ്ങോട്ട് നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നോക്കിയേ നമ്മുടെ കറി സാധനം സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ നൈസായിട്ട് എടുത്തിട്ട് പ്ലേറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ മാൻ കുറച്ച് സബോളയും കുറച്ച് ക്യാരറ്റും ഗാർണിഷിങ്ങിനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഞാനൊരു പുട്ട് റെഡി ആക്കിയിട്ടുണ്ട്. നമ്മുടെ മാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ 2 പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് കഴിക്കാൻ. അതുപോലെ ഒരു ലിമിറ്റഡ് എഡിഷൻ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, ജാഗർ മൈസ്റ്റർ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇത് ടേസ്റ്റിംഗ് ടൈമാണ്. ടേസ്റ്റിംഗ് ടൈം. Chop it up, whip it fast, let the flames collide. Dance in the kitchen, turn the music up high. Oh, Bravo, lighting up the night. Flames in the kitchen, everything's alright. Cooking a passion, it's a silly show. Join the rhythm, let the good times flow. ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ മായുസ് ഉണ്ട്. അപ്പോൾ മായുസ് ടേസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ മാൻ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ലേ? കഴിച്ചിട്ടില്ല. അപ്പോൾ മാൻ പുട്ടിൻ്റെ കൂടെ ഒന്ന് പിടിച്ചോളൂ പ്ലേറ്റ്. വേണം, ഇല്ലാതെ എങ്ങനെ കഴിക്കുന്നത്? അപ്പോൾ ഓട്ടം കണ്ട് അതെ, ഫസ്റ്റ് ടൈം മാൻ കറി. ഫസ്റ്റ് ടൈം മാൻ കറി. കാട്ടിലെ പോയി മെട്ടിലെ ഇരുന്ന് പിടിച്ച് പുള്ളിമാനെ കൊണ്ടുവന്ന് കറി വെച്ച് തന്നത് വൈശാഖ്. അതെ, കാണുമ്പോൾ ബീഫിൻ്റെ പോലെ ഉണ്ട് കാണാൻ. മട്ടൻ അങ്ങനെ കഴിച്ചിട്ടില്ല. മട്ടൻ പോലെ ഉണ്ട് കാണാൻ. ട്രൈ ചെയ്യണേ. അടിപൊളി. അധികം മീറ്റ്സ് അറിയാത്ത ഏതെങ്കിലും മീറ്റിന്റെ വേറെ ടേസ്റ്റ് തോന്നുന്നുണ്ട്. അതായത് ബീഫാ അങ്ങനെ വേറെ ബീഫിന് എനിക്ക് തോന്നുന്നു കൺസിസ്റ്റൻസി മട്ടന്റെ ഒരു ഇത് തോന്നുന്നുണ്ട്. മട്ടന്റെ ടച്ച് ചെയ്യുമ്പോ കാണുമ്പോ ഒക്കെ. പക്ഷെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. നാട്ടിലൊക്കെ ആൾക്കാർ പറയും നമ്മുടെ മാനിറച്ചി ഭയങ്കര കുത്തലാന്ന്. അങ്ങനെ കുത്തലൊന്നുമില്ല. ഇത് മാനിറച്ചി കഴിക്കണ എനിക്ക് ഫീൽ ചെയ്യണില്ല. ബീഫ് കറി കഴിക്കണ പോലെ. അങ്ങനെ ബീഫ് കറിയുടെ ഓരോ സ്റ്റൈലിൽ ഓരോരുത്തർ ബീഫ് കറി മീറ്റിന്റെ കൺസിസ്റ്റൻസി എങ്ങനെയുണ്ട്? നന്നായിട്ട് വെന്തുണ്ട്. ഭയങ്കര റബ്ബറി ഫീൽ അല്ല. റബ്ബറി ഫീൽ ഇല്ല. ഒരു ബീഫ് നന്നായിട്ട് വെന്ത എങ്ങനെ ഉണ്ടാവോ അതുപോലെ ഉണ്ട് മീറ്റ്. ഓക്കെ, കൺസിസ്റ്റൻസി സെറ്റാണ്.
നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. ഇപ്പോൾ വേണ്ട ആ മാൻ്റെ എല്ലിട്ടാ, ഞാൻ ആ ബ്രോത്ത് പക്കയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാൻ്റെ ഒരു പീസ് നമുക്ക് ബോൺ വന്നിട്ടുണ്ടായിരുന്നു, അത് ഇട്ടുണ്ടായിരുന്നു. ചിലർക്ക് ഇതിന്റെ ഉള്ളിൽ ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ. അതിൻ്റെ ഉള്ളിൽ പക്ഷെ ഒന്നുമില്ല, ഒക്കെ ബ്രോത്തിൽ അലിഞ്ഞു പോയി. ഇത് ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ ഇവള് പറഞ്ഞ പോലെ ഒരു മട്ടൻ്റെ ഒരു ചെറിയ ഒരു കുത്ത് പോലത്തെ ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിൽ. പക്ഷെ അത് ഭയങ്കര, ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ മാനിറച്ചി ഭയങ്കര റബ്ബറി പോലെ ആയിരിക്കും, ഭയങ്കര ചൂവായിരിക്കും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ലെറ്റസ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ലെറ്റസ് എന്തിനാന്ന് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ടാക്കോസിലൊക്കെ പറയുന്ന സമയത്ത് ടാക്കോസ്, അതായത് പലതരം ടൈപ്പ് ഓഫ് അലർജി ഉണ്ടല്ലോ. അപ്പോൾ ടാക്കോസ് കഴിക്കാൻ പറ്റാത്തവർക്ക് നമ്മൾ ഗ്ലൂട്ടൻ ഫ്രീ ടാക്കോസ് കൊടുക്കും. അപ്പോൾ വിത്തൗട്ട് വീറ്റുള്ള സാധനം അത് കൊടുക്കും. അപ്പോൾ ചില ആൾക്കാർ പറയും എനിക്ക് ഈ എന്നിട്ടാ ടാക്കോസിന് പകരം ലെറ്റസ് വെച്ചിട്ട് തന്നാൽ മതി. അപ്പോൾ ലെറ്റസ് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇപ്പോൾ നമുക്ക് എന്തിനുള്ള പുട്ടാ ഇപ്പോൾ എന്നിട്ട് ഞാൻ കഴിഞ്ഞാൽ ഇതിലങ്ങോട്ട് ഇട്ടിട്ട് പുട്ടങ്ങോട്ട് ഇട്ടിട്ട് നമ്മുടെ മാൻകുട്ടൻ അങ്ങോട്ട് വയ്ക്കുക. കണ്ടാ ബ്രോത്തൊരു തുള്ളിട്ടാ. എന്നിട്ട് നമ്മുടെ വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതും ഇട്ടിട്ട് അങ്ങോട്ട് വയ്ക്കുക. എന്നിട്ട് ഇവനെ സൂപ്പർ കേട്ടോ. ഇത് കൊള്ളാട്ടോ, ലെറ്റസ് ആയിട്ട് സൂപ്പർ. സൂപ്പർ ഗൈസ്. ഇതിൻ്റെ ബ്രോത്ത് എന്ന് പറഞ്ഞാലേ നമ്മൾ മട്ടൺ ബ്രോത്ത് കഴിക്കില്ലേ, ആ സെയിം ടേസ്റ്റ്. ആക്ച്വലി എനിക്ക് മട്ടൺ അത്ര ഇഷ്ടമല്ല. മട്ടൺ ഒരു ചൊയ ഉണ്ടാവില്ലേ, കുറച്ച് കഴിക്കുമ്പോഴേക്കും മട്ടന്റെ ഒരു മടുക്കും. എനിക്ക് ആ ചൊയ ഇതിനില്ല. അതുകൊണ്ട് എനിക്കിത് ഇഷ്ടമായി. ജാഗർ മൈസ്റ്റർ ഉണ്ട്. ഇത് സെലക്റ്റഡ് ആയിട്ടുള്ള 56 പുല്ലുകൾ അത് ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ലിമിറ്റഡ് എഡിഷൻ സാധനമാണ്. അതാണ് ഈ കളറ്. നോർമലി നമ്മുടെ യൂക്കയിലൊക്കെ കിട്ടുന്നത് ബ്ലാക്ക് കളറാണ്, ബ്ലൂ കളറൊക്കെ ആയിരിക്കും. ഇത് ലിമിറ്റഡ് എഡിഷനാണ്. നമുക്ക് ഇവനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നല്ല കഷായം പോലെ ഇരിക്കും സാധനം കേട്ടോ. അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കട്ടി കൂടിയതാണ്. അതായത് നമ്മൾ കഷായം കുടിക്കില്ലേ അതുപോലെയാണെന്ന് പറയണം. അപ്പോൾ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു കഷായത്തിൻ്റെ ടേസ്റ്റ്. കൊള്ളാട്ടോ, സെറ്റ് കോമ്പിനേഷൻ. ഗൈസ്, മാൻ്റെ കാലിൻ്റെ ബോണാട്ടത്. ഫാറ്റ് വളരെ കുറവുള്ള മീറ്റാണ് മാൻ്റെ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ഹെൽത്തി മീറ്റ് ആയിരിക്കണം. ഇത് ഡ്രൈ അല്ലല്ലേ ഇത്? ഇതൊട്ടും ഡ്രൈ അല്ല കേട്ടോ, നല്ല ജ്യൂസി പീസാ. ആ ബ്രോത്ത് നല്ല അടിപൊളിയായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ട്. ബ്രോത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് മട്ടൻ ബ്രോത്ത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ട് തൊട്ട് മട്ടൻ ബ്രോത്ത് കഴിക്കായിരുന്നു. പൊളിയാ. ഇത് ആക്ച്വലി നമ്മൾ വിചാരിക്കും ഇതില് ഫാറ്റ് കുറവായതുകൊണ്ട് ഭയങ്കര ഡ്രൈ ആയി നിൽക്കുന്നു. പക്ഷെ ഫാറ്റ് കുറവാണെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് മുയലിൻ്റെ ഇറച്ചിയൊക്കെ ഭയങ്കര
റബ്ബറിയാന്ന്. റബ്ബറിയാണെന്ന്. പക്ഷെ ഇത് ഞാൻ കേട്ടത് ഇതത്ര ഇത്തിരി ചൂ ആണെന്നാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് മട്ടൻ്റെ ഒരു ലൈറ്റ് സാധനമല്ലേ അതേപോലെ ഇരിക്കും. മട്ടൻ്റെ ഒരു ചേട്ടാഞ്ചന്മാരെ പോലെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് ആയിട്ട് ബക്കാൽവോ വീണ്ടും വരും. ബക്കാൽവോ. എത്ര ക്ഷീണിക്കുന്ന പിടിച്ചോണ്ട് വന്നുണ്ടാക്കുന്നല്ലോ. വേട്ടയാടി പിടിച്ചല്ലാന്നാണോ? ഇത് പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഈ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് ഇതൊക്കെ ഉണ്ടാക്കി തിന്നാൻ നല്ല സുഖമുണ്ടല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ സ്കാമാണ് ഗൈസ് കുക്കിംഗ്.